അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനാണ് നമുക്കൊപ്പമുള്ളത്. സിദ്ദിഖിനെതിരായ പരാതിയിൽ അതിജീവിതയ്ക്കൊപ്പം തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഈ കേസിൽ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന ദിവസം പ്രതി എവിടെയാണുള്ളത് എന്ന് ലൊക്കേറ്റ് ചെയ്യേണ്ടത് പോലീസിൻ്റെ ഒരു കടമയല്ലായിരുന്നു? ഈ കേസിൽ ഒരു കാലത്തും അറസ്റ്റ് ചെയ്യരുതെന്നൊരു ഓർഡർ ഉണ്ടായിരുന്നില്ല. മറ്റ് പല കേസുകളിലും അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും മുൻകൂർ ജാമ്യ അപേക്ഷ കോടതിയിൽ പരിഗണനയിലാണെന്നുള്ളത് കൊണ്ട് ഒരാളെ അറസ്റ്റ് ചെയ്യേണ്ടെന്ന് നിർബന്ധമില്ല. മാത്രമല്ല, അറസ്റ്റ് ചെയ്യാൻ സത്യത്തിൽ ഉദ്ദേശമുണ്ടെങ്കിൽ പ്രതിയെ ചോദ്യം ചെയ്യാൻ വിളിക്കാം, ചോദ്യം ചെയ്യുന്നതിൻ്റെ ഇടയിൽ മറ്റു വിവരങ്ങൾ അന്വേഷിക്കാം. ഈ കേസിൽ അതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ചോദ്യം ചെയ്യാൻ അതുവരെ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ കോടതിയെ ബോധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നിരിക്കണം. ഏതാണ്ട് ഒരു മാസം ഉണ്ടായിട്ടും ഇത്തരത്തിലൊരു ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ശരിക്കും അറസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് വിധി വരുമെന്നറിയാം. ഇന്നലെ മുതൽ നമ്മളൊക്കെ ഒരുപാട് പ്രതികളുടെ കാര്യത്തിൽ കേരള പോലീസിൻ്റെ താല്പര്യവും കഴിവും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഇന്നലെ മുതൽ അവർക്കറിയാം എങ്ങനെയാണ് ഒരു പ്രതിയെ ലൊക്കേറ്റ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യേണ്ടതെന്നും. അങ്ങനെ ഒരു എഫർട്ടും ഈ കേസിലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ കേസിൽ നേരത്തെ രാവിലെ അല്ലെങ്കിൽ പരാതിക്കാരി പറഞ്ഞിരുന്നു SITക്ക് അവർ നൽകിയ ചില തെളിവുകൾ, അല്ലെങ്കിൽ അവർ SITയോട് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ പുറത്തുപോയി, അല്ലെങ്കിൽ അത് ചോർന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരം കാര്യത്തിൽ SITക്ക് ഒരു വീഴ്ച വന്നു എന്ന് തോന്നുന്നുണ്ടോ? SITക്ക് ഈ കേസിൽ വന്നിട്ടുള്ള ഗുരുതരമായ വീഴ്ചയെപ്പറ്റി ബഹുമാനപ്പെട്ട കോടതിയിൽ തന്നെ അതിജീവിത പറഞ്ഞിട്ടുണ്ട്. അത് പാരഗ്രാഫ് 6 വളരെ കൃത്യമായിട്ട് വിധിന്യായത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ കേസിലെ പ്രതി പരാതിക്കാരിയെ കോൺടാക്ട് ചെയ്യുന്നത് ഫേസ്ബുക്കിലെ അക്കൗണ്ട് വഴിയാണ്. ആ അക്കൗണ്ട് വഴി വേറെ പലരുമായിട്ടും പ്രതി കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ വിവരങ്ങൾ ശേഖരിച്ചെടുക്കുന്നതിനോ അത് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമാക്കുന്നതിനോ ഒരു ഘട്ടത്തിലും പോലീസ് ഒന്നും ചെയ്തിട്ടില്ല. FIR ഇട്ടതിന് ശേഷമാണ് ആ ഫേസ്ബുക്ക് അക്കൗണ്ട് പ്രതി ഡിലീറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ സിദ്ദിഖിനെ എന്തുകൊണ്ട് കോൺടാക്ട് ചെയ്തില്ല? എന്തുകൊണ്ട് അത് ഏതൊക്കെ ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിച്ചിട്ടാണ് അത് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്? ആ തെളിവ് നശിപ്പിച്ചതാണല്ലോ വാസ്തവത്തിൽ. ഇനി അത് റിക്കവർ ചെയ്തെടുക്കാനും പറ്റില്ല. അപ്പോൾ അത്തരം തെളിവ് നശിപ്പിക്കുന്ന പ്രോസസ്സ് FIR ഇട്ടതിന് ശേഷം നടത്തിയ പ്രതിയെ അവരുടെ വീട്ടിൽ പോയോ അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് എവിഡൻസ് കളക്ട് ചെയ്യാനോ ആ ഇലക്ട്രോണിക് എവിഡൻസ് സൈബർ ഫോറൻസിക്കിന് അയക്കാനോ ഒന്നും പോലീസ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ പ്രതി സാക്ഷികളെ ഇൻറ്റിമിഡേറ്റ് ചെയ്യുന്നത് അനുവദിച്ചു കൊടുക്കുക, ഇലക്ട്രോണിക് എവിഡൻസ് ഇല്ലാതാക്കുന്നതിന് സമയം കൊടുക്കുക, അതിനുള്ള സംഗതികളിൽ ഇടപെടാതിരിക്കുക, ഇതൊക്കെ ചെയ്തത് പോലീസാണ്. ഈ കാര്യങ്ങളെല്ലാം SITക്കെതിരായിട്ടുള്ള ഗുരുതരമായ ആക്ഷേപമായിട്ട്, അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച അവർ വരുത്തി എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ് പോലീസ് ചീഫിന് അതിജീവിത പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്മേലും യാതൊരു നടപടിയുമില്ല. അപ്പോൾ അതിൽ നിന്നെല്ലാം ഞാൻ വിചാരിക്കുന്നത് കേരള പോലീസിന് ഈ കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച തന്നെ സംഭവിച്ചിട്ടുണ്ട്. അത് മനഃപൂർവ്വമായിട്ടുണ്ടായ വീഴ്ചയാണോ അല്ലയോ എന്നത് വാസ്തവത്തിൽ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസക്തമല്ല. കാരണം എങ്ങനെ വീഴ്ച ഉണ്ടായാലും നഷ്ടം ഇരകൾക്കാണ്. അപ്പോൾ സ്റ്റേറ്റ് പറഞ്ഞ വാക്ക് വിശ്വസിച്ച് വരുന്ന ഇരകൾക്ക് ഇത്ര നിലവാരം കുറഞ്ഞ ഒരു അന്വേഷണമാണ് കിട്ടുന്നതെങ്കിൽ അത് വളരെ കഷ്ടമായിട്ടുള്ള കാര്യമാണ്. ഈ കേസിൽ സിദ്ദിഖിനെതിരെ വ്യക്തമായ തെളിവുകൾ നേരത്തെ തന്നെ പോലീസിന് ലഭിച്ചിരുന്നു. ഈ അതിജീവിത ഈ ഹോട്ടലിലെത്തിയതിനും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായതിനുമൊക്കെ വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ ഈ അറസ്റ്റ് പോലീസ് നടത്തേണ്ടതല്ലായിരുന്നോ? അറസ്റ്റ് എപ്പോഴാണ് നടത്തേണ്ടത് ഇല്ല എന്ന് പറയാൻ സത്യത്തിൽ പുറത്തുനിന്നുള്ള ആർക്കും പറ്റില്ല. അത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ഈ കേസിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ കോടതിയിൽ പറയുന്നത് അറസ്റ്റ് അത്യാവശ്യമാണ്, ക്വസ്റ്റ്യനിങ് അത്യാവശ്യമാണ് എന്നൊക്കെയാണ് ബെയിൽ അപ്ലിക്കേഷനെ ഒപ്പോസ് ചെയ്യുമ്പോൾ പറയുന്നത്. അങ്ങനെ അത്യാവശ്യമുള്ള ആളുകൾ എന്തുകൊണ്ട് ചോദ്യം ചെയ്യാൻ പോലും ഇവരെ വിളിക്കുന്നില്ല? എന്തുകൊണ്ട് അറസ്റ്റ് നടത്താനുള്ള മറ്റ് നടപടികൾ സ്വീകരിക്കുന്നില്ല? അപ്പോൾ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഉദ്ദേശമെങ്കിൽ അതിനുള്ള യാതൊരു താല്പര്യവും അവരുടെ പ്രവൃത്തിയിൽ കാണാനില്ലാത്തതുകൊണ്ട് തന്നെ ആത്മാർത്ഥതയോടെയാണ് അറസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നതെന്ന് കരുതാൻ നിവൃത്തിയില്ല. അതിനേക്കാൾ ഗുരുതരമായൊരു പ്രശ്നമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചും പറഞ്ഞിട്ടുണ്ട്, ഈ കേസിൽ കിട്ടുന്ന തെളിവുകൾ ഒരിക്കലും മാധ്യമങ്ങളുമായിട്ട് പങ്കുവയ്ക്കരുത്. കാരണം മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുന്നു എന്ന് പറയുന്നത് പ്രതിയുമായി പങ്കുവയ്ക്കുന്നതിന് തുല്യമാണ്. ഈ കേസിൽ ആർഗ്യുമെൻ്റ് നടന്നതിന് ശേഷം പോലും, കോടതിയിലെ ആർഗ്യുമെൻറ്റിന് ശേഷം പോലും വളരെ ഗുരുതരമായിട്ടുള്ള പരാതിക്കാരിയുടെ ഭാഗത്തു നിന്ന് പറഞ്ഞ തെളിവുകൾ, അതിൻ്റെ വിശദാംശങ്ങൾ, അതിൽ പോലീസ് നടത്തിയിട്ടുള്ള അന്വേഷണം, ഇതേപ്പറ്റിയെല്ലാം ചാനലുകളിൽ വാർത്ത വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അപ്പോൾ എന്തുകൊണ്ടാണ് SITയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടാകുന്നത്? അത് SITയുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണോ അതോ അവരുടെ വല്ല സ്റ്റാഫും
ഇത് ചോർത്തി കൊടുക്കുന്നതാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അവരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ചെയ്യുന്നതാണോ നമുക്കറിയില്ല. വാസ്തവത്തിൽ അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ പക്ഷേ അന്വേഷണത്തിൻ്റെ വിശദാംശങ്ങളും പരാതിക്കാരി സ്റ്റേറ്റിനോട് മാത്രം പറഞ്ഞ സംഗതികളും സ്റ്റേറ്റിൽ നിന്ന് പുറത്തു വരുന്നു എന്ന് പറയുന്നത് നമ്മൾ എല്ലാ കാലത്തും പറയുന്ന ഈ റൈറ്റ് ടു പ്രൈവസിയുടെ ലംഘനമാണ്. ഇത് വാസ്തവത്തിൽ സർക്കാരിൻ്റെ തന്നെ ഗുരുതരമായ വീഴ്ചയാണ്. ഈ SITയെ ഈ ഒരു അന്വേഷണം ഏൽപ്പിക്കുന്ന ഉത്തരവിനകത്തോ അതിന് ശേഷമോ ഇത്തരം നടപടികൾ വളരെ ഗൗരവമായിട്ട് അവരുടെ റൈറ്റ് ടു പ്രൈവസി കാത്തു സൂക്ഷിച്ചുകൊണ്ട് വേണമെന്ന് പറഞ്ഞിട്ടില്ല. അത് പറയാത്തത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിജീവിത പറഞ്ഞതിൽ കാര്യമുണ്ട്. SITയെ എത്രത്തോളം വിശ്വസിച്ച ആളുകൾ ഇനി മുമ്പോട്ട് വരുമെന്നുള്ളതാണ്. SITയോട് മാത്രം പറയുന്ന സംഗതികൾ ചാനലിൽ വന്നാൽ ആരാണ് ഇനി SITയെ വിശ്വസിച്ച് പുതിയ വെളിപ്പെടുത്തലുകൾ വരിക? നമ്മളൊരു കാര്യം ആലോചിക്കണം. ഇത്ര വീഴ്ചകൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോഴും കോടതി അതിശക്തമായിട്ട് അതിജീവിതകൾക്ക് വേണ്ടി നിൽക്കുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ കോടതി എടുക്കുന്നൊരു സ്റ്റാൻഡിനോട് ബഹുമാനമുള്ളൊരു സ്റ്റേറ്റ് അത്തരത്തിൽ ഉയർന്നു പ്രവർത്തിക്കേണ്ടതാണ് വാസ്തവത്തിൽ. ഈ അവസാനമായി ഈ മുൻകൂർ ജാമ്യാപേക്ഷയുടെ വിധി പകർപ്പിൽ വളരെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് കോടതി നടത്തിയിട്ടുള്ളത്. പ്രതിയെ അറസ്റ്റ് ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും ഒപ്പം തന്നെ പ്രതി പുറത്തുണ്ടെങ്കിൽ തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും ശ്രമിക്കുമെന്നും കോടതിയുടെ വിധിപ്പകർപ്പിലുണ്ട്. അപ്പോൾ ഇനി ഒരു സുപ്രീം കോടതിയിലേക്ക് ഒരു അപ്പീലുമായി പോയാൽ പ്രതിക്ക് മറിച്ചൊരു വിധി ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? നമുക്കൊരിക്കലും കോടതി വിധി ഉണ്ടാവുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഈ കോടതി ഇതിൻ്റെ വസ്തുതകളെല്ലാം പരിശോധിച്ചിട്ടുണ്ട്. പ്രതിഭാഗം പറഞ്ഞതും പരാതിക്കാരി പറഞ്ഞതും സ്റ്റേറ്റ് പറഞ്ഞതും എല്ലാം കോടതി വിധിന്യായത്തിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ സാമൂഹികമായ വശങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടുള്ള നിയമം മാത്രമല്ല, സുപ്രീം കോടതി വിധികൾ മാത്രമല്ല, അതിൻ്റെ സാമൂഹികവും ഈ കേസിനെ ബാധിക്കാവുന്ന മറ്റ് ഘടകങ്ങളും എല്ലാം പരിശോധിച്ചുകൊണ്ടുള്ള വളരെ സമഗ്രമായിട്ടുള്ള ഒരു പ്രോഗ്രസീവായിട്ടുള്ളൊരു വിധിയാണ്. ഞാൻ വിചാരിക്കുന്നത് ഈ കേസിലെ അതിജീവിതയ്ക്ക് മാത്രമല്ല, വരാനിരിക്കുന്ന അതിജീവിതമാർക്ക് കൂടി നീതിയുടെ പ്രകാശം കൊടുക്കുന്ന ഒരു വിധിന്യായമാണ്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെപ്പറ്റി നമുക്കറിയില്ല. ഈ വിധിന്യായത്തിൽ തൃപ്തിയുണ്ട്. അത് ഒരു പക്ഷേ കുറേ കാലത്തിന് ശേഷം നമ്മൾ കാണുന്ന വളരെ സോഷ്യലി പ്രോഗ്രസീവായിട്ടുള്ളൊരു വിധി കൂടിയാണിത്. ഏതായാലും SITക്ക് ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്നതിനാണ് പറയപ്പെടുന്നത്. പ്രത്യേകിച്ച് ഈ ഹൈക്കോടതി വിധി വരാനിരിക്കുന്ന ദിവസം പ്രതി എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യുന്നതിൽ കൃത്യമായ വീഴ്ച പോലീസിന് സംഭവിച്ചു. ഒപ്പം തന്നെ അതിജീവിത SITക്ക് നൽകിയ വിവരങ്ങൾ അല്ലെങ്കിൽ തെളിവുകളടക്കം ഇതൊക്കെ ചോർന്നു പോകുന്ന സ്ഥിതി ഉണ്ടായി. അപ്പോൾ ഏതായാലും വലിയ രീതിയിലുള്ള അലംഭാവം പോലീസിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. വിബി തടത്തിലിനൊപ്പം നിതിൻ സേവ്യർ, മീഡിയ 1 കൊച്ചി.